ബെനീസ് വ്ലോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ മൂന്നാറിലെ മാങ്കുളത്ത് ജീപ്പ് സഫാരി നടത്തുമ്പോൾ കാണുന്ന മനോഹര കാഴ്ചകളാണ്. ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന വാട്ടർഫോൾ 33, അതുപോലെ തന്നെ പെരുമൻകുത്ത് വാട്ടർഫാൾസ്, തൂക്കുപാലം, കരിന്തിരിയാറിന് മുകളിലൂടെയുള്ള തൂക്കുപാലവും അവിടുത്തെ കാഴ്ചകളും, ആനക്കുളം വെള്ളച്ചാട്ടം, അതുപോലെ തന്നെ ജീപ്പ് ഓഫ് റോഡ് സഫാരി എന്നിവയാണ്. നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും വേഗം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക. നമ്മൾ അടിമാലിയിൽ നിന്നും മൂന്നാറിലേക്ക് പോകുമ്പോൾ കല്ലാർ വട്ടയാറിൽ നിന്നും ഇടതേക്ക് തിരിഞ്ഞാണ് മാങ്കുളം ആനക്കുളം പോകേണ്ടത്. കുരിശുപാറ കഴിയുമ്പോഴത്തേക്കും വഴിയുടെ ഇടതുവശത്ത് ഒരു അരുവി ഒഴുകുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ ഇവിടുന്ന് പോകുമ്പോഴത്തേനും ഇത് ഓരോന്നും കണ്ട് പോകാം. നമ്മുടെ വണ്ടിയിൽ നമ്മൾ കാറിനോ അല്ലെങ്കിൽ അതുപോലെ തന്നെ എന്തെങ്കിലും വണ്ടിക്ക് പോവുകയാണെങ്കിൽ ഇവിടെയൊക്കെ ഇത് നമ്മൾ ആദ്യമേ ഈ ഉള്ള രണ്ട് വെള്ളച്ചാട്ടം, ഈ വഴി സൈഡിലെ ഈ വെള്ളം ഒഴുകുന്നതും അതുപോലെ തന്നെ വിരിപാർ വെള്ളച്ചാട്ടവും നമുക്ക് നമ്മുടെ വണ്ടികളിൽ തന്നെ പോയി കാണാവുന്നതാണ്. ഇതാണ് വഴിയുടെ സൈഡിൽ അരുവി ഒഴുകുന്നത്. ഇതും കഴിഞ്ഞ് മുന്നോട്ട് നമ്മൾ ചെല്ലുമ്പോൾ വലതേക്ക് മൂന്നാറിനുള്ള റോഡിൽ തിരിഞ്ഞു പോകുന്ന വഴിയാണ് വിരിപ്പാർ വെള്ളച്ചാട്ടം. ഇത് രണ്ടും കണ്ടു കഴിഞ്ഞ് മാങ്കുളം ടൗൺ കഴിഞ്ഞ് മുമ്പോട്ട് പോകുമ്പോൾ കരിന്തിരിയാറിന് കുറുകെയുള്ള പാലവും ആറ്റിലൂടെ വെള്ളം ഒഴുകുന്ന മനോഹര കാഴ്ചയാണ്. നമുക്ക് മാങ്കുളത്തു നിന്നോ ആനക്കുളത്തു നിന്നോ ജീപ്പ് കിട്ടും. ഞങ്ങൾ പോയത് ആനക്കുളത്തു നിന്നാണ്. അവിടുന്ന് നമുക്ക് കിട്ടിയത് ഒരു ഉണ്ണിച്ചേട്ടനെയാണ്. ഉണ്ണിച്ചേട്ടൻ്റെ ഫോൺ നമ്പർ ഞാനിതിൻ്റെ കൂടെ കാണിക്കുന്നുണ്ട്, നമ്മുടെ കമൻറ്റ് സെക്ഷനിലുണ്ട്. വേണ്ടവർക്ക് നമുക്ക് ഉണ്ണിച്ചേട്ടനെ വിളിച്ച് കാര്യങ്ങൾ തിരക്കാം, നേരത്തെ കാര്യങ്ങൾ ബുക്ക് ചെയ്യാം. അവിടുത്തെ റൂമിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. നമ്മളിപ്പോൾ ആദ്യമേ കാണുന്നത് വാട്ടർഫാൾ 33 ആണ്. പ്ലോട്ട് നമ്പർ 33യിലുള്ള വാട്ടർഫാളാണ് വാട്ടർഫാൾ 33. ഇതിൻ്റെ താഴത്തെ ഭാഗമാണ് ഇപ്പോൾ കാണുന്നത്. നമ്മൾ ഇതിൻ്റെ സൈഡ് വഴി മുകളിലോട്ട് നടന്നാൽ മുകളിലത്തെ ഭാഗം വാട്ടർഫാൾ കാണാൻ പറ്റും. ഇവിടെ ചാർജൊന്നുമില്ല. ഇവിടെ ഒരു ചെറിയ വഴിയിലാണ് നമ്മൾ ജീപ്പ് വരുന്നത്. ഒരു വണ്ടിക്ക് മാത്രം പോകാവുന്ന വീതിയിലുള്ള വഴിയാണ്. ഇവിടെ ഇത് കുളിക്കാൻ പറ്റിയ വെള്ളച്ചാട്ടമാണ്. അത് ചെറിയ വഴിയാണ്. ഇതാണ് അതിൻ്റെ മുകളിലത്തെ സൈഡ്. നമ്മൾ ഈ താഴത്തെ സൈഡ് വെള്ളച്ചാട്ടം വഴി മുകളിലോട്ട് വരുമ്പോഴാണ് ഇത് കാണുന്നത്. തൊട്ടടുത്ത് തന്നെയാണ്. ഇവിടെ നല്ല ഇടതുവശത്ത് നല്ല ഫോഴ്സിലുള്ള വെള്ളം ഒഴുകുന്നുണ്ട്. ഇവിടെ ഞങ്ങൾ വരുമ്പോൾ ആൾക്കാർ കുളിക്കുന്നുണ്ട്. ഇതിന് പ്രവേശന ഫീസൊന്നുമില്ല. ഈ ഇടതുവശത്തെ വെള്ളച്ചാട്ടമാണ് കുറച്ചുകൂടി കൂടുതൽ ഫോഴ്സ് വരുന്നത്. ഇവിടെയാണ് നിന്ന് ആൾക്കാർ കുളിക്കുന്നത്. ഇവിടെ സേഫാണ്, കൂടുതൽ ആഴമില്ല. ആൾക്കാർ വരുന്നവർ ഇവിടെ കുളിക്കുന്നുണ്ട്. നമ്മൾക്ക് ഈ വാട്ടർഫാൾ 33, പെരുമൻകുത്ത്, അതുപോലെ തന്നെ ഈ തൂക്കുപാലം, പിന്നെ ആനക്കുളം വാട്ടർഫാൾ മാത്രം വേണമെങ്കിൽ നമുക്ക് നമ്മുടെ വണ്ടിക്ക് പോകാം. ബാക്കിയെല്ലാം നമുക്ക് ജീപ്പ് പിടിച്ച് പോയില്ലെങ്കിൽ പറ്റത്തില്ല. എന്ന് വെച്ചാൽ തീരെ വീതി കുറഞ്ഞ വഴികളും അതുപോലെ തന്നെ നമ്മുടെ കാറിന് പോകാൻ പറ്റുന്ന ഒരു റൂട്ടല്ല ഇപ്പോഴത്തെ കണ്ടീഷനിൽ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആ വഴി കഴിഞ്ഞ് താഴോട്ട് ഒഴുകുന്ന ദൃശ്യമാണ് ഈ കാണിക്കുന്നത്. നമ്മൾ അവിടുന്ന് മുന്നോട്ട് പോകുമ്പോഴത്തേന് അടുത്ത കാണുമ്പോൾ പോകുന്നത് നമ്മൾ നാലാമത്തേത് പെരുമ്പൻകൂത്ത് വാട്ടർഫാളാണ്. അത് ഇതിനോട് തന്നെ വലിയ ദൂരമില്ല. നമ്മൾ നേരത്തെ ഈ മാങ്കുളത്ത് നിന്ന് ആനക്കുളത്തേക്ക് പോകുമ്പോഴത്തേനും നമ്മൾ ഇടതുവശത്ത് മുകളിലായി ഒരു വെള്ളച്ചാട്ടം ഒഴുകുന്നത് നമുക്ക് കാണാൻ പറ്റും. അതാണ് പെരുമ്പൻകൂത്ത് വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. നമുക്ക് അങ്ങോട്ടും ഈ പറഞ്ഞ പോലെ നമുക്ക് ജീപ്പിന് പോകാം. ഇത് നല്ല ഫോഴ്സിലും താഴോട്ട് ഒഴുകുന്ന ഒരു വെള്ളച്ചാട്ടമാണ്.
നമുക്ക് ഈ പെരുമൻകൂത്ത് വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി നമ്മൾ 10 രൂപ പ്രവേശന ഫീസുണ്ട്. അവിടെ ഇപ്പം പുതിയൊരു പാലമൊക്കെ വന്നിട്ടുണ്ട്. KSCB എന്തൊക്കെയോ വർക്ക് അവിടെ നടക്കുന്നുണ്ട്. ഇതാണ് ഒരു പുതിയതായിട്ട് വന്ന പാലത്തിൻ്റെ ഒരു സൈഡ് വ്യൂ. ഇവിടെ ഇങ്ങനെ ഇതുപോലെ ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു സൈഡിൽ ഇതുപോലെ കെട്ടിയിട്ടിട്ടുണ്ട്. നമുക്ക് മഴയത്താണേലും വന്ന് നിന്ന് കാണാൻ പറ്റും. അതിനെല്ലാം സൈഡിലെല്ലാം ഇങ്ങനെ കമ്പേഴികളുണ്ട്. അതുകൊണ്ട് ആരും താഴോട്ട് പോകത്തില്ല, പിള്ളേരൊക്കെ ആണെങ്കിലും പോകത്തില്ല. അവിടെ ഇതിനകത്ത് നിന്ന് നമുക്ക് കാണാൻ പറ്റും. മുകളിൽ നിന്ന് ഇങ്ങനെ പിന്നെ വെള്ളം പതഞ്ഞ് താഴോട്ട് ഒഴുകുകയാണ്. ഇതാണ് പെരുമൻകൂത്ത് വെള്ളച്ചാട്ടം. നമ്മുടെ മാങ്കുളം ഏരിയ വെള്ളച്ചാട്ടത്താൽ വളരെ സമൃദ്ധമാണ്. നമ്മൾ എല്ലാവരും മൂന്നാർ പോകുമെന്ന് പറഞ്ഞാൽ ബാക്കി മാട്ടുപ്പെട്ടി, വരയാടുള്ള സ്ഥലം, അങ്ങനെയൊക്കെയുള്ള പഴയ കൺവെൻഷനലായിട്ടുള്ള ഏരിയകളിൽ മാത്രമാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇത്ര മുകളിൽ നിന്ന് ഇവൻ താഴോട്ടങ്ങ് പതിക്കുവാണ്. ഒരു ദിവസത്തെ ഫുൾ ട്രിപ്പിനുള്ളതുണ്ട് ഈ മാങ്കുളം ഏരിയയിൽ. നമ്മൾ അവിടെ താഴോട്ട് പതിച്ചിട്ട് അവിടുന്ന് വീണ്ടും ഇവൻ ഒഴുകി ഓരോ ഈ കല്ലിനെ കയറി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ട്രിപ്പിന് പോകുന്നതിന് അവർ ജീപ്പുകാർ ഈടാക്കുന്നത് 2500 രൂപയാണ്. നമ്മൾ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മുന്നോട്ട് കൂടുതൽ സീറ്റുള്ള വണ്ടി സെലക്ട് ചെയ്യാനാണ് ഏറ്റവും നല്ലത്. പിന്നെ നമുക്ക് പിന്നെ ഓഫ് റോഡ് വേണ്ടെങ്കിൽ അതിനനുസരിച്ച് ചാർജ് പറയും. നമ്മളിപ്പം അവിടെ ചെന്നിട്ട് നമ്മൾ പല വണ്ടികൾ കാണും, അവരുമായിട്ട് സംസാരിച്ച് തീരുമാനിക്കുക. നല്ല ഹൈറ്റിൽ നിന്നാണ് താഴോട്ട് ഈ വെള്ളം വീഴുന്നത്. ഇവിടെ ഇറങ്ങാൻ പറ്റുന്നതല്ല, കുളിക്കാനും പറ്റിയല്ല. അങ്ങനത്തെ കാര്യത്തിലൊന്നും സേഫുള്ള സ്ഥലമല്ല. കുത്ത് വെള്ളച്ചാട്ടമാണ്. വഴുവഴുപ്പുള്ള പാറകളും അവിടെ കഴിഞ്ഞിട്ട് നമ്മളിനി അടുത്ത് കാണാൻ പോകുന്നത് നമ്മൾ ഈ കരിന്തറിയാറിന് കുറുകെയുള്ള തൂക്കുപാലമാണ്. ഇതാണ് ആ തൂക്കുപാലം. ഇതിൻ്റെ താഴെ വഴി കരിന്തറിയാറ് നല്ല ശക്തമായി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഇതിലൂടെ ആൾക്കാർക്ക് നടക്കാനേ പറ്റത്തുള്ളൂ, നടന്നു പോകാനേ പറ്റത്തുള്ളൂ. ഇതിലൂടെ കാറും ജീപ്പും ഒന്നും പോകുന്ന തൂക്കുപാലമല്ല. ഈ കരിന്തറിയാറിൻ്റെ മറുകരയിലുള്ളവർക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപ്പാലമാണ്. ഇരുമ്പ് വടത്തിലാണ് ഈ പാലം തൂങ്ങി നിൽക്കുന്നത്. അങ്ങ് മുകളിൽ നിന്നാണ്, ആ മലയുടെ മുകളിൽ നിന്ന് നമ്മുടെ അവിടെ പാല് പോലെ ഊർന്ന് വരുന്ന കാണാം. ആ ഭാഗത്തു നിന്നാണ് ഇത് ഉത്ഭവിച്ച് വരുന്നത്. താഴോട്ട് ഒഴുകി ഇങ്ങനെ ഈ കല്ലുകളെയൊക്കെ മുറിച്ച് കീറി മുന്നോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആ ഭാഗത്തു നിന്നാണ് അത് ഉത്ഭവിച്ച് വരുന്നത്. അതിൻ്റെ മുകളിൽ നിന്ന് ആണ് കൂടുതലും വരുന്നത്. നല്ല ഒഴുക്കുണ്ട്. മുഴുവൻ കല്ലും അതിനിടവഴി നല്ല വെള്ളമൊഴുക്കുമാണ്. താഴത്തെ ഭാഗമാണ്. താഴോട്ട് നല്ല ഒഴുക്കുണ്ട്. ഇവിടെ ഇറങ്ങി കുളിക്കുന്നത് സേഫല്ല. നമ്മൾ മുകളിൽ നിന്ന് നോക്കുമ്പോഴത്തേനും വലിയ പ്രശ്നമില്ലെങ്കിലും താഴെ ഇറങ്ങി നോക്കിയപ്പോൾ നല്ല ഒഴുക്കാണ്.
നല്ല ശക്തമായ ഒഴുക്കുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്നുള്ള കർഷക സംഘത്തിലെ ഞങ്ങൾ മെമ്പേഴ്സാണ് ഇവിടെ കാണാൻ പോയത്. എല്ലാവരും അവിടെ പാറകളിലൊക്കെ ഇരുന്ന് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടെ വെള്ളത്തിൻ്റെ അടുത്തുനിന്നുള്ള വീഡിയോ ആണ്. സൈഡിൽ കരയ്ക്ക് മാത്രമേ കുറച്ച് വെള്ളം കുറവുള്ളൂ. നടുക്കോട്ട് മാറിയാൽ ആഴമുണ്ട്, ഒഴുക്കുമുണ്ട് നന്നായിട്ട്. അവിടെയൊക്കെ ഇറങ്ങിയാൽ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റത്തില്ല, ഒഴുക്ക് നമ്മൾ എടുത്തുകൊണ്ട് പോകും. പിന്നെ നമ്മൾ എവിടെയെങ്കിലും പോയി കാലിലൊക്കെ തലയിടിച്ച് വീഴാനുള്ള ചാൻസ് ഉണ്ട്. അടുത്തത് നമ്മൾ ജീപ്പ് ഓഫ് റോഡിങ് ആണ്. അവിടെ ഒരു മുതുവാൻ കോളനി ഉണ്ട്. ആ മുതുവാൻ കോളനി വഴി നമ്മൾ ഈ ഓഫ് റോഡിൽ നമ്മൾ പിന്നെ ഈ അവസാനത്തെ വെള്ളച്ചാട്ടമായ നമ്മൾ മാങ്കുളം പിന്നെ ആനക്കുളം വെള്ളച്ചാട്ടത്തിലേക്കാണ് പോകുന്നത്. ഇത് ആ മുതുവാൻ കോളനിയിലേക്കുള്ള ഈ റോഡാണ്. കണ്ടല്ലറിയാം, നമുക്ക് വളരെ വീതി കുറഞ്ഞ ഈ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വാർത്തൊക്കെ ഇട്ടിരിക്കുന്ന റോഡുകൾ വഴിയാണ് നമ്മൾ പോകുന്നത്. ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം കാലടുക്കിയിരിക്കുകയാണ്. ഞങ്ങളുടെ ആഹാരം കഴിച്ചില്ലായിരുന്നു, അപ്പോൾ ഞങ്ങൾ ജീപ്പിൽ ആഹാരം കൊണ്ടുവന്ന് കരുതിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ ഒരു കല്ലും പ്രദേശമുണ്ട്. ആ കല്ലും പ്രദേശത്തും അതുപോലെ തന്നെ പിന്നെ അരുവി നന്നായിട്ട് ഒഴുകുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നമ്മൾ കഴിക്കുന്നതിനുള്ള എല്ലാ ഡിസ്പോസബിൾ പാത്രങ്ങളും എല്ലാം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വനത്തിൽ നമുക്ക് ഒരു സാധനം പോലും നമുക്ക് ഇടാനും ഒന്നും പറ്റത്തില്ല. നമ്മൾ വണ്ടിയിൽ തന്നെ അതിൻ്റെ വേസ്റ്റെല്ലാം കൊണ്ടുപോയായിരുന്നു കളക്ട് ചെയ്യാനുള്ള. അതെല്ലാം ആയിട്ട് അവിടെ തിരിച്ചു വന്ന് ഇത് മുതുവന്മാരുണ്ടാക്കുന്ന അവരുടെ പണിയായുധങ്ങൾ, നമ്മൾക്ക് വാക്കത്തി അതുപോലെയുള്ള സാധനങ്ങൾ കിട്ടും. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ഈ കുറേ ഒരു പർട്ടിക്കുലർ ഈ കാണുന്നതാണ്, അതൊരു പഴമാണ്. അത് വനത്തിലുള്ള അവരുടെ ഉള്ളൊരു പഴം, അത് വിൽക്കാനുണ്ട്. അതുപോലെ തന്നെ മുളകുണ്ട്, പച്ചമുളകുണ്ട്. നമ്മൾ കുറേ ആൾക്കാരെല്ലാം ഉണ്ടായിരുന്ന ആ പഴമൊക്കെ വാങ്ങിച്ചു. എനിക്കതിനെപ്പറ്റി അത് വലിയ ഇഷ്ടപ്പെട്ടില്ല പക്ഷെ ചിലരൊക്കെ അത് വാങ്ങിച്ചു കഴിച്ചു. പിന്നെ പച്ചമുളകുണ്ട്, പിന്നെ വാക്കത്തി അതുപോലെയുള്ള സാധനങ്ങൾ വിൽക്കാനുണ്ട്. ഞങ്ങൾ ആഹാരം കഴിച്ചു. ബാക്കിയുണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ആ മുകളിലത്തെ ഷെഡിൽ അവരവിടെ ഇരിപ്പുണ്ട്. അവരവിടെ കൂടുതൽ സാധനങ്ങളൊക്കെ ആയിട്ട് അവിടെ വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവർ ഈ ജീപ്പിൽ ആൾക്കാരുമായിട്ട് ഇങ്ങനെ യാത്ര വരുമ്പോഴത്തേനും ആൾക്കാരൊക്കെ ഇവിടെ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നതാണ്. ഞങ്ങളത് കഴിഞ്ഞിട്ട് തിരിച്ച് ഇതാണ് നമ്മുടെ അവിടുത്തെ വഴിയുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതുപോലെ കാട്ടുകല്ലുകൾ അടുക്കിയിരിക്കുകയാണ്. നമ്മളിനി അടുത്ത് കാണാൻ പോകുന്നത് ആനക്കുളം വാട്ടർഫാൾസാണ്. നമ്മൾ ഇവിടെ വന്നാൽ 6ാമത്തെയാണ് അത്. ആനക്കുളം വാട്ടർഫാൾസും അങ്ങനെ മുകളിൽ നിന്ന് ഇങ്ങോട്ട് ഇതുപോലെ ഒഴുകി ഇറങ്ങി വരുന്നതാണ്. ഇവിടെയും പ്രവേശന ഫീസില്ല. ഇവിടെ നമുക്ക് കുളിക്കാൻ പറ്റുന്ന സ്ഥലമാണ്, സേഫാണ്. അതാണ് താഴോട്ട് ഒഴുകി ഇറങ്ങിപ്പോകുന്ന സ്ഥലം. ഈ ആറാണ് നമ്മുടെ പിന്നെ ആനക്കുളം, നമ്മളെ ടൗൺ ആനക്കുളത്തിൻ്റെ വണ്ടിയൊക്കെ കിടക്കുന്ന ജീപ്പൊക്കെ കിടക്കുന്ന സ്ഥലത്ത് ചെല്ലുമ്പോഴത്തേനും കാണുന്ന ഈ ആന കുളിക്കാനൊക്കെ വരുന്നെന്ന് പറയുന്ന സ്ഥലം എന്ന് പറയുന്നത് ഈ വെള്ളമാണ് അതിലൂടെ ഒഴുകി ചെല്ലുന്നത്. നമ്മൾ ചില ഭാഗത്ത് കെട്ടിക്കിടക്കുന്ന ഭാഗത്തേക്കൊക്കെ നോക്കി കഴിഞ്ഞാൽ അവിടെ ഒരു വെള്ളം കലക്കലാണെന്ന് തോന്നും. അത് പക്ഷേ അതിൻ്റെ താഴത്തെ ഭാഗം കാണുമ്പോഴുള്ളതാണ്. നല്ല തെളിനീരാണ്, നല്ല തെളിനീര് ഒഴുകി ഇറങ്ങിയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.